കൃഷിനാശം, കുടിവെള്ള പ്രശ്നം, കശുവണ്ടി, 800ഓളം കമ്പനികൾ ഉണ്ടായിരുന്ന സ്ഥലത്ത് നിന്ന് 70ഓളം കമ്പനികളുണ്ട്. കൊല്ലത്തെ ജനങ്ങളോട് പറയാനുള്ളത് വെച്ച് കഴിഞ്ഞാൽ, മോഡിയെപ്പറ്റി BJP-കാരനായി ഞാൻ പറയണ്ട, അവിടുത്തെ MP ആയ ശ്രീ പ്രേമേന്ദ്രൻ, അദ്ദേഹം അടുത്ത കാലത്ത് മോഡിയുടെ കൂടെ ഭക്ഷണം കഴിച്ച് മോഡിയെ പ്രകീർത്തിക്കുന്നു. അതുകൊണ്ട് എന്ത് വികസനം വേണോ അതിന് കൃത്യമായ രൂപരേഖയുമായിട്ട് അവിടെ സമീപിച്ചാൽ കാര്യങ്ങൾ നടക്കും. ഇതുപോലെ ആയിരുന്നെങ്കിലും ഒന്ന് പറയുന്നിടത്ത് ഇന്ന് നമ്മൾ ആ സ്ഥാനത്താണ്. 2047 ഇന്ത്യയെ ലോകരാജ്യങ്ങളിൽ 1-ാം സ്ഥാനത്ത് എത്തിക്കണമെന്ന് ഒരു വിഷനോട് കൂടി വർക്ക് ചെയ്യുന്ന ഒരു പ്രധാനമന്ത്രിയുടെ തീരദേശത്തെ മത്സ്യത്തൊഴിലാളി സഹോദരങ്ങളെ നമ്മൾ എവിടെ ചെന്ന് കണ്ടാലും കേൾക്കുന്നൊരു സംഭവം വെച്ചാൽ ഒരു 30 കൊല്ലം മുമ്പുള്ള ജീവിതമല്ല ഇന്ന്. നമസ്കാരം. ഇന്ന് മറുനാടനൊപ്പം ഉള്ളത് കൊല്ലത്തെ NDA സ്ഥാനാർത്ഥി കൃഷ്ണകുമാർജിയാണ്. നമസ്കാരം. നമസ്തേ. കൊല്ലത്തെ സ്ഥാനാർത്ഥിത്വത്തെ എങ്ങനെ നോക്കിക്കാണുന്നു? അതൊക്കെ പറയുന്നതിനും ആദ്യം തന്നെ BJP-യുടെ സമുന്നതരായ സംസ്ഥാന കേന്ദ്ര നേതാക്കൾക്കൊപ്പം പ്രവർത്തകർക്കും എൻ്റെ നന്ദി. പക്ഷേ ഈ ഒരു അവസരത്തിൽ പ്രത്യേക നന്ദി എൻ്റെ പ്രധാനമന്ത്രി ബഹുമാന്യനായ ശ്രീ നരേന്ദ്രമോദിജിക്കാണ്. കാരണം 3 വർഷമായുള്ള പാർട്ടി വന്നിട്ട് അതിനകത്ത് തന്നെ ഒരിക്കൽ തിരുവനന്തപുരത്ത് അസംബ്ലി സീറ്റിനെ തിരഞ്ഞെടുക്കുന്നു സ്ഥാനാർത്ഥിയായിട്ട്. അതിനുശേഷം ഇപ്പോൾ വലിയൊരു ഉത്തരവാദിത്വം ലോക്സഭയിൽ കൊല്ലത്ത് നിന്ന്, അതും അതിശക്തരായ 2 പേർ, അവിടുത്തെ MLA-യും MP-യും മത്സരിക്കുന്ന സ്ഥലത്ത് NDA-യുടെ സ്ഥാനാർത്ഥിയായിട്ട് എന്നെ നിയോഗിച്ചെങ്കിൽ അത് വലിയൊരു എന്നിലൊരു വിശ്വാസം, എന്നിൽ അർപ്പിച്ച വിശ്വാസത്തിൽ എനിക്ക് തന്നെ ഒരു സന്തോഷം, അതിൻ്റെ നന്ദി അറിയിക്കുന്നു ഈ ഒരു അവസരത്തിൽ. കൊല്ലത്തെ ജനങ്ങളോട് എന്താണ് പറയാൻ? കാരണം കൊല്ലത്തെ ജനങ്ങൾക്ക് കാര്യങ്ങൾ വ്യക്തമായിട്ടറിയാം. കാരണം ചരിത്രം പരിശോധിച്ചാൽ പുരാതന കാലം തൊട്ട് തന്നെ സാമൂഹ്യമായിട്ടും സാംസ്കാരികമായിട്ടും സാമ്പത്തികമായിട്ടും വളരെ ഉയർന്നു നിന്ന ഒരു സ്ഥലമാണ് കൊല്ലം. കാരണം അതിനകത്ത് ഈ കൊല്ലം കണ്ടാൽ ഇല്ലം വേണ്ടെന്ന് പറയാൻ കാരണം തന്നെ അത്ര സുന്ദരമായ ഒരു സ്ഥലമായിരുന്നു. അപ്പോൾ കൊല്ലം എന്ന് പറഞ്ഞ സ്ഥലം കണ്ടാൽ പിന്നെ നമ്മളെല്ലാം മറന്ന് ഇല്ലം പോലും വിട്ട് അവിടെ നിൽക്കുന്ന. തിരുവനന്തപുരത്തെ മറക്കോ? നമ്മളൊന്നും മറക്കേണ്ട കാര്യമില്ല. കാരണം ഇപ്പോൾ തിരുവനന്തപുരത്ത് എനിക്കൊരു ജോലി തന്നു. സ്വാഭാവികമായിട്ടും ഞാൻ ജനിച്ചു വളർന്ന നാടാണ്, ഒരു ഇലക്ഷൻ നിന്ന സ്ഥലമാണ്. അപ്പോൾ ആ ഇലക്ഷൻ നിന്ന മണ്ഡലത്തിലെ പോരായ്മകൾ കണ്ടെത്തി നമ്മൾ പരമാവധി, ഇപ്പോൾ നാഷണൽ കൗൺസിൽ മെമ്പർ എന്നൊരു സ്ഥാനം തന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അത് ഉപയോഗിച്ച് കേന്ദ്ര നേതാക്കളെ കണ്ട് പരമാവധി വികസനം അവിടെ കൊണ്ടുവരാൻ ശ്രമിക്കുക. അതിൻ്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ വലിയതുറയിലെ മിനി ഫിഷിംഗ് ഹാർബറിനായിട്ട് ശ്രമിച്ചതും. അത് ഏകദേശം നടത്തിപ്പിൻ്റെ വക്ക് വരെ വന്നപ്പോഴാണ് സ്ഥലപരിമിതി പറഞ്ഞ് സംസ്ഥാന സർക്കാർ തടഞ്ഞിട്ടിരിക്കുന്നത്. തടയാൻ പറ്റാത്തൊരു മേഖലയുണ്ട്. ഇഞ്ചക്കൽ ഫ്ലൈ ഓവറിൻ്റെ പണി ആരംഭിച്ചിരിക്കുന്നു. അതെന്തുകൊണ്ടെന്ന് വെച്ചാൽ ആ സ്ഥലം കേന്ദ്ര സർക്കാരിൻ്റെയാണ്. അതുകൊണ്ട് ഇപ്പോൾ അവിടെ പണി ആരംഭിച്ചു. അടുത്തത് മെട്രോ റെയിലിലെ ഹർദീപ് സിംഗ് പുരിയെ കണ്ട് നമ്മൾ മെട്രോയുടെ പേപ്പേഴ്സ് റെഡിയാക്കി അവിടെ നിന്ന് സംസ്ഥാനത്തോട്ട് അയച്ച് അതിൻ്റെ മറുപടിക്കായിട്ട് വെയിറ്റ് ചെയ്യുന്നു. സോയിൽ ടെസ്റ്റിംഗ് ആരംഭിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് വലിയ സ്ഥാനമാനങ്ങളൊന്നും ഇല്ലെങ്കിലും ഒരു MP-യോ MLA ഒന്നും അല്ലെങ്കിൽ പോലും ഏതൊരു പൗരനും നമ്മൾ വിചാരിച്ചാൽ പലതും സാധിക്കാനുള്ളൊരു പവറുണ്ട്. അപ്പോൾ അതേപോലെ കൊല്ലത്തും നമുക്ക് വികസനം എന്നൊരു സാധനം തൊട്ട് തീണ്ടാത്തൊരു മേഖലയായി മാറിയിരിക്കുക. ഒരു ഉദാഹരണത്തിന് ഹൈവേ, ഇപ്പോൾ ബൈപ്പാസ് കൊണ്ടെന്നൊന്നും പിന്നെ അവകാശപ്പെടുന്നവരുണ്ട്. ഈ 2014 വരെ ഈ ബൈപ്പാസിൻ്റെ ഒന്നും പണി നടക്കുന്നില്ലായിരുന്നു. 36 കൊല്ലത്തോളമായിട്ട് അടഞ്ഞു കിടക്കുകയായിരുന്നു. അതെങ്ങനെ റീസ്റ്റാർട്ട് ചെയ്തത്? ശ്രീ നരേന്ദ്രമോദി വന്നതിന് ശേഷം. അപ്പോൾ കൊല്ലത്തെ ജനങ്ങളോട് പറയാനുള്ളത് വെച്ച് കഴിഞ്ഞാൽ, ഇതുപോലെ ധാരാളം വികസന പ്രവർത്തനങ്ങൾ, നന്മകൾ കൊല്ലത്ത് കൊണ്ടുവരാൻ കഴിയും. അതിന് നരേന്ദ്രമോദിയുടെ പ്രതിനിധിയെ ആണ് നമ്മൾ തിരഞ്ഞെടുക്കേണ്ടത്. കാരണം ഒരു MLA MP ഇരുന്നിട്ട് അവർ നോക്കുന്നത് കേന്ദ്ര പദ്ധതി ഇവിടെ വന്നാൽ കേന്ദ്രത്തിന് അതിൻ്റെ ക്രെഡിറ്റ് പോകുമോ. അപ്പോൾ പല കള്ളങ്ങളും പലതും പറഞ്ഞ് വർഷങ്ങളായി, ദശാബ്ദങ്ങളായി മുരടിപ്പിച്ചിട്ടിരിക്കുകയാണ് കൊല്ലത്തിൻ്റെ വികസനം. അത് മാറ്റുക എന്നുള്ള ഉദ്ദേശവുമായിട്ടാണ് കൊല്ലത്തേക്ക് വരുന്നത്. ഇതാണ് എൻ്റെ കൊല്ലത്തെ പ്രിയ സഹോദരങ്ങളോട് എനിക്ക് പറയാനുള്ളത്. അതായത് കൊല്ലത്ത് വികസനത്തിനുള്ള വളക്കൂറുള്ള മണ്ണാണ് എന്നാണ് പറഞ്ഞു വരുന്നത്. സ്വാഭാവികമായിട്ട് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, സാംസ്കാരികമായിട്ടൊക്കെ വളരെ ഉയർന്നു നിന്ന കൊല്ലത്തെ സംസ്ഥാനത്തിൻ്റെ രൂപീകരണത്തിന് ശേഷം ഇരു മുന്നണികളും ഇത്രയും അവഗണിച്ചിട്ട് മറ്റൊരു ജില്ല കാണില്ല. അപ്പോൾ ആ അവഗണനയെ മാറ്റണം. അപ്പോൾ ഞാൻ എപ്പോഴും, അതുകൊണ്ട് കഴിഞ്ഞ ദിവസം സുഹൃത്തുക്കളോടൊക്കെ ഞാൻ പറഞ്ഞ ഒറ്റ വാക്ക് തന്നെ കൊല്ലംകാരത്തിൽ ഞാൻ പറയാം, മോദിയുടെ ഗ്യാരണ്ടി കൂടെ ഉണ്ട് കൃഷ്ണകുമാർ. ഓക്കെ, അതുകൊണ്ട് വലിയൊരു ഉത്തരവാദിത്വം തന്നെയാണ് നിലനിൽക്കുന്നത് കൊല്ലത്ത്. സ്വാഭാവികമായിട്ടും. കാരണം വെച്ച് കഴിഞ്ഞാൽ വലിയൊരു ഉത്തരവാദിത്വമാണെങ്കിലും അതൊരു ഭാരമായിട്ട് തോന്നാത്തതിൻ്റെ കാരണം വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ മുകളിൽ നിൽക്കുന്ന പ്രധാനമന്ത്രി എന്ന വ്യക്തി പ്രധാന സേവകനാണ്. അദ്ദേഹം പറയുന്നത് നമുക്ക് എന്തും കൊടുക്കാൻ കഴിയും, ഭാരതം അത്രയും ധനസമ്പുഷ്ടമായൊരു രാജ്യമാണിന്ന്. അതുകൊണ്ട് എന്ത് വികസനം വേണോ അതിന് കൃത്യമായ രൂപരേഖയുമായിട്ട് അവിടെ സമീപിച്ചാൽ കാര്യങ്ങൾ നടക്കും. ഓക്കെ, തിരുവനന്തപുരത്തെ വിവിധ വികസന പ്രവർത്തനങ്ങൾക്ക് ചുക്കാൻ പിടിച്ചൊരു ആളാണ് താങ്കൾ. ഈ തിരുവനന്തപുരത്തെ സീറ്റ് താങ്കൾ പ്രതീക്ഷിച്ചിരുന്നു? അല്ല, ഞാൻ അങ്ങനെ പറയില്ല. കാരണം വെച്ചാൽ പാർട്ടിയുടെ ഉന്നം എന്താണ്?
നമുക്ക് ജയിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ജയിക്കാൻ ഏറ്റവും നല്ല സ്ഥാനാർത്ഥിയെ പാർട്ടി എല്ലാ വശങ്ങളും നോക്കിയിട്ടാണ് തിരഞ്ഞെടുക്കുന്നത്. അപ്പോൾ തിരുവനന്തപുരത്ത് അതിശക്തമായൊരു മത്സരം നടക്കുമ്പോൾ അവിടുത്തെ സ്ഥാനാർത്ഥിയും ഏറ്റവും ശക്തനായിരിക്കണം. അങ്ങനെ നോക്കുമ്പോൾ ഒരു കേന്ദ്രമന്ത്രിയാണ് ശ്രീ രാജീവ് ചന്ദ്രശേഖർ. അപ്പോൾ നമ്മൾ സന്തോഷിക്കേണ്ടത് നമ്മൾ ജീവിക്കുന്ന സ്ഥലത്ത് നല്ല വികസനങ്ങൾ അതിവേഗത്തിൽ വരണമെങ്കിൽ നമ്മുടെ ഒരു പ്രതിനിധി വരണം. അതിന് ഏറ്റവും നല്ല സ്ഥാനാർത്ഥിയെ പാർട്ടി തിരഞ്ഞെടുത്തിരിക്കുന്നു. അതിലാണ് എൻ്റെ സന്തോഷം. കാരണം വെച്ച് കഴിഞ്ഞാൽ നമ്മളല്ലാതെ നമ്മളത് പ്രതീക്ഷിക്കുന്നു, ഇത് പ്രതീക്ഷിക്കുന്നു. പ്രതീക്ഷയാണ് നമ്മുടെ ദുഃഖങ്ങൾക്ക് കാരണം. ഇപ്പോൾ പോലും ഞാൻ കൊല്ലം പ്രതീക്ഷിച്ചെന്ന് പലരും ചോദിച്ചു. ഞാൻ ഇല്ല. നമ്മുടെ ഉദ്ദേശം എന്തായിരുന്നു? 10-20 സ്ഥാനാർത്ഥികളുണ്ട്. NDAക്കും BJPക്കും കൂടി ചേർന്ന് 20 സ്ഥാനാർത്ഥി. 20 സ്ഥാനാർത്ഥികൾക്കും പോയി എത്ര പ്രചരണം നടത്തി സഹായിക്കാൻ പറ്റും, ഇതായിരുന്നു എൻ്റെ പ്രതീക്ഷ. ആ പ്രതീക്ഷ ഒന്ന് തെറ്റി. കാരണം ഇപ്പോൾ കൊല്ലത്ത് ഡ്യൂട്ടി തന്നിരിക്കുന്നുണ്ട്, അത്തരം പ്രചാരണങ്ങൾക്ക് പോകാൻ പറ്റില്ല. അതുകൊണ്ട് തിരുവനന്തപുരമെന്നോ കൊല്ലെന്നോ അങ്ങനെയൊന്നുമല്ല. BJP പ്രവർത്തകർക്ക് എവിടെ കൊടുത്താലും അവിടെ പോയി ആ പ്രദേശം നന്നാക്കുക. സ്ഥാനാർത്ഥിയാകുമെന്ന് പ്രതീക്ഷയുണ്ടായിരുന്നു. എന്തെങ്കിലും സൂചന അങ്ങനെ എന്തെങ്കിലും ലഭിച്ചിരുന്നു? സൂചന ലഭിച്ചിരുന്നു. അത് 2 ദിവസങ്ങൾക്ക് മുമ്പ് പാർട്ടിയുടെ ബഹുമാന്യനായ സംസ്ഥാന അധ്യക്ഷൻ ശ്രീ സുരേന്ദ്രൻജി അദ്ദേഹം വിളിച്ചിട്ട് പറഞ്ഞു, ഇങ്ങനെ ലിസ്റ്റിൽ പേര് ഉൾപ്പെടുത്തിയിട്ടുണ്ട്, ഫൈനലൈസ് ചെയ്യുമ്പോൾ അറിയിക്കാം. ഇന്നലെ രാവിലെ ശ്രീ ജാവ്ദേക്കർജി, പ്രഭാരിയാണല്ലോ അദ്ദേഹം കേരളത്തിൻ്റെ, അദ്ദേഹം വിളിച്ചു പറഞ്ഞു താങ്കളാണ്, വൈകുന്നേരത്തോടെ അനൗൺസ്മെൻറ്റ് വരും. അതുകൊണ്ട് സ്വാഭാവികമായിട്ടും അപ്പോൾ നമ്മൾ പ്രതീക്ഷിച്ചിരിക്കുമല്ലോ. ഓക്കെ, കൊല്ലത്തെ ജനങ്ങളോട് ഈ തിരഞ്ഞെടുപ്പ് വാഗ്ദാനം എന്നുള്ള രീതിയിൽ എന്താണ് നൽകാനുള്ളത് അവർക്ക്? കാരണം ഇപ്പോഴേ വാഗ്ദാനങ്ങൾ കൊടുക്കുന്നതിന് വലിയ കാര്യമില്ല. കാരണം അവിടെ ചെന്ന് ഇപ്പം നമുക്ക് ഏകദേശം കൊല്ലത്തിൻ്റെ കാര്യമൊക്കെ അറിയാമെങ്കിൽ പോലും നമുക്കിനി അവിടെ ചെന്ന് വേണം വിശദമായി കൊല്ലത്തെ കാര്യങ്ങൾ പഠിക്കാൻ. ഇപ്പോൾ കൊല്ലത്തെ പ്രശ്നം എന്ന് വെച്ചാൽ തിരുവനന്തപുരത്തൊക്കെ അതേ സമാനമായ പ്രശ്നങ്ങളുണ്ട്. ഫോർ എക്സാമ്പിൾ കൊല്ലം തീരദേശത്തെ മത്സ്യത്തൊഴിലാളി സഹോദരങ്ങളെ നമ്മൾ എവിടെ ചെന്ന് കണ്ടാലും കേൾക്കുന്നൊരു സംഭവം എന്ന് വെച്ചാൽ ഒരു 30 കൊല്ലം മുമ്പുള്ള ജീവിതമല്ല ഇന്ന്. സാധാരണ 30 കൊല്ലം കഴിയുമ്പോൾ ജീവിത നിലവാരം മെച്ചപ്പെടുകയും ചെയ്യുന്നത്. ഇത് വളരെ താഴോട്ട് പോയിരിക്കുകയാണ്. നമുക്ക് എന്തൊക്കെ സൗകര്യങ്ങൾ കൊണ്ടുവരാൻ പറ്റും. അവിടെ തന്നെ ഹാർബറിൻ്റെ അവസ്ഥ വളരെ ശോചനീയമായ അവസ്ഥയാണ്. ഇപ്പോൾ വിഴിഞ്ഞം വലിയൊരു ഹാർബർ വരുമ്പോൾ കൊല്ലം കൂടി ഡെവലപ്പ് ചെയ്ത് കഴിഞ്ഞാൽ എന്തുമാത്രം വികസനം കൊല്ലത്തോട്ട് വരാം. അതുപോലെ തന്നെ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ ഇതുവരെ അവിടെ റോഡ് സൗകര്യമില്ലായിരുന്നു. ഇപ്പോൾ ഓൾറെഡി ഒരു ഹൈവേ വന്നിരിക്കുന്നു. ഇനി അതിൻ്റെ വികസന പ്രവർത്തനം 2ാം ഘട്ടവും ആരംഭിച്ചിരിക്കുന്നു. മലയോര സൈഡിലോട്ട് പോയി കഴിഞ്ഞാൽ കർഷകരുടെ പ്രശ്നം, കർഷകർക്ക് 100,000 പ്രശ്നങ്ങളാണ്. കേന്ദ്രത്തിൻ്റെ ധാരാളം പദ്ധതികളുണ്ട്, പക്ഷേ ഒരു പദ്ധതിയും കൊണ്ടുവരാൻ അനുവദിക്കില്ല. കൃഷിനാശം എന്തൊക്കെ സംഭവിക്കും നമ്മളിതെല്ലാം കാണുകയാണ്. കുടിവെള്ള പ്രശ്നം, ഇതുപോലെ 100 കശുവണ്ടിയാണ് ഇന്ന് ഏറ്റവും വലിയ പ്രശ്നമായിരിക്കുന്നത്. 800ഓളം കമ്പനികൾ ഉണ്ടായിരുന്ന സ്ഥലത്ത് നിന്ന് 70ഓളം കമ്പനികളുള്ളൂ. ഇരു കൂട്ടരും അങ്ങോട്ടും ഇങ്ങോട്ടും പറയും അവരാണ് കാരണം, ഇവരാണ് കാരണം. ഈ 2 കാരണങ്ങളെ മാറ്റി നിർത്തി മൂന്നാമത് ഇന്നൊരു ഓപ്ഷനുണ്ട്. നരേന്ദ്രമോദി അദ്ദേഹത്തിൻ്റെ പ്രതിനിധിയെ ജയിപ്പിക്കുക. കൊല്ലത്തിൻ്റെ വികസനം കേൾക്കുകയല്ല, കാണാൻ കഴിയും. ഓക്കെ, NK പ്രേമചന്ദ്രനും നടൻ മുകേഷും താങ്കളുമൊക്കെയാണ് മത്സരിക്കുന്നത്. വളരെ ശക്തരായ സ്ഥാനാർത്ഥികളാണ്. ശക്തമായ ത്രികോണ മത്സരം തന്നെയായിരിക്കും നടക്കുകയല്ലേ? എപ്പോഴും അങ്ങനെയുള്ള, കാരണം ഒരു ഓപ്ഷൻ ഇല്ലാതെ വിഷമിക്കുകയായിരുന്നു. എപ്പോഴും ഒരു മൂന്നാമതൊരു വ്യക്തി വരണം. ഇന്നിപ്പോൾ കേരളത്തിൽ പണ്ടെപ്പോഴും ഇരു മുന്നണികൾ തമ്മിലുള്ള മത്സരമുള്ളൂ. BJP 3ാം സ്ഥാനത്ത് പോലും അല്ലാത്തൊരു കാലമുണ്ടായിരുന്നു. ഇന്ന് അത് മാറി BJP സ്ഥാനാർത്ഥികൾ ജയസാധ്യതയിലോട്ട് എത്തിയിരിക്കുക. അപ്പോൾ അതിശക്തമായൊരു ത്രികോണ മത്സരത്തിന് ഇപ്പോൾ കൊല്ലവും സാക്ഷിയാവും. അപ്പോൾ കൊല്ലത്തെ ആൾക്കാരോടൊന്ന് പറയാമെന്ന് വെച്ചാൽ, നിങ്ങൾ ഇതുവരെ ഏത് പാർട്ടിയിൽ വിശ്വസിച്ചോ അതിൽ തെറ്റില്ല. പക്ഷേ ഇന്ന് നിങ്ങൾ മനസ്സിലാക്കണം, എല്ലാത്തരം നരേന്ദ്രമോദിയുടെ വികസനങ്ങൾ ഇന്ന് കാണാൻ കഴിയുകയാണ്. നമ്മുടെ കേരളത്തിൽ ഇരുന്ന് എപ്പോഴും ഉത്തർപ്രദേശിനെ പറ്റിയും വടക്കേ ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങളെ പറ്റിയും മോശം പറയാറുണ്ട്. നമ്മളിന്ന് അവിടുത്തെ വികസനങ്ങൾ കാണുമ്പോൾ നമ്മൾ എത്ര പുറകിലാണ് നമ്മൾ മനസ്സിലാക്കണം. എന്നാൽ കേരളം ദൈവത്തിൻ്റെ നാടെന്ന് പറയാൻ കാര്യം എല്ലാവിധ റിസോഴ്സസും ഉള്ളൊരു രാജ്യമാണ്, സംസ്ഥാനമാണ് കേരളം. എന്തിനാണ് നമുക്ക് കേരളത്തിന് കുറവ്? പക്ഷേ ഇതിനെ ടാപ്പ് ചെയ്ത് യൂസ് ചെയ്യാൻ ഇവർ ശ്രമിച്ചില്ല. എപ്പോഴും പറയും അവിടെ ഒരു മുന്നണി വരുമ്പോൾ ഇവിടെ മാറി വരുന്നു. എന്തിനാ? അവിടെ കോൺഗ്രസ് ഇരുന്നപ്പോൾ ഇവിടെ കോൺഗ്രസ് ഭരിച്ചിട്ടുണ്ട്. കൂട്ടുമുന്നണി അവിടെ ഉണ്ടായിരുന്നപ്പോൾ ഇവിടെ കമ്മ്യൂണിസ്റ്റ് ഇരുന്നിട്ടുണ്ട്. എന്ത് വികസനമാണ് നമുക്കുണ്ടായിട്ടില്ല, പിന്നോട്ടടിച്ചതല്ലാതെ. അതുകൊണ്ട് കൊല്ലത്തിന് ശാശ്വതമായ ഒരു വികസനം, അതും തുടർച്ചയായിട്ട് കിട്ടണമെന്നുണ്ടെങ്കിൽ നമുക്ക് BJPയുടെ പ്രതിനിധിയെ തന്നെ നമുക്ക് കൊണ്ടുവരണം. ഇപ്പോൾ മോഡിയെപ്പറ്റി BJPക്കാരനായി ഞാൻ പറയണ്ട, അവിടുത്തെ MP ആയ ശ്രീ പ്രേമേന്ദ്രൻ, അദ്ദേഹം അടുത്ത കാലത്ത് മോഡിയുടെ കൂടെ ഭക്ഷണം കഴിച്ച് മോഡിയെ പ്രകീർത്തിക്കുന്നു. അതായത് എതിരാളികൾക്ക് പോലും സമ്മതിച്ചു കൊടുക്കേണ്ടി വരുന്നു. അത്രമാത്രം വികസനമാണ്. കാരണം നമ്മൾ ഈ പണ്ട് വാഗ്ദാനങ്ങൾ പേപ്പറിലായിരുന്നു, ഇന്നതല്ല, എല്ലാം കാണാൻ കഴിയുക. റോഡ് വികസനം കാണുകയാണ്. അവിടുത്തെ MP കൊണ്ട് ഞാനാണിത് കൊണ്ടുവന്നതെന്ന് പറഞ്ഞാൽ തിരുവനന്തപുരത്ത് MP പറയും തിരുവനന്തപുരത്ത് ഞാനാണ് കൊണ്ടുവന്നത്, ആറ്റിങ്ങൽ MP പറയും അവിടെയാണ്. അപ്പോൾ ഇത് കഷ്ണമായിട്ടല്ല, ഇത് സാഗർമാല പദ്ധതിയുടെ ഭാഗമായിട്ട് ഭാരതം മുഴുവൻ വരുന്ന വികസനത്തിൻ്റെ ഭാഗമാണ്. ഒരു MP യോ MLA ഇല്ലാത്ത നമുക്ക് പോലും ഇന്ന് 3 വന്ദേ ഭാരത് ട്രെയിൻ തന്നു.
ഏതെങ്കിലും കാലത്ത് ഒരു ട്രെയിനിൻ്റെ അടുത്ത് നിന്ന് കൂട്ടം കൂട്ടം ആൾക്കാർ വീഡിയോ, സെൽഫി, ഫോട്ടോ ഇതൊക്കെ എടുക്കുന്ന കണ്ടിട്ടുണ്ടോ? ഇല്ല. കാരണം നമ്മളിന്ന് വിദേശം എന്ന് പറയില്ല, വികസിത രാജ്യങ്ങളെ നോക്കിയിട്ട് ഇതുപോലെ ആയിരുന്നെങ്കിലോ എന്ന് പറയുന്നിടത്ത് ഇന്ന് നമ്മൾ ആ സ്ഥാനത്താണ്. 2047 ഇന്ത്യയെ ലോകരാജ്യങ്ങളിൽ 1-ാം സ്ഥാനത്ത് എത്തിക്കണമെന്ന് ഒരു വിഷനോട് കൂടി വർക്ക് ചെയ്യുന്ന ഒരു പ്രധാനമന്ത്രിയുടെ ഭരണമാണ് ഇനിയും ഭാരതത്തിൽ വരാൻ പോകുന്നതെന്ന് എല്ലാ കൊച്ചുകുട്ടികൾക്കും സുനിശ്ചിതമാണ്. അപ്പോൾ നമ്മൾ എന്തിനാണ് ഈ തമാശയൊക്കെ പറഞ്ഞ് നിൽക്കുന്നവരെ നമ്മൾ അങ്ങോട്ട് അയക്കുന്നത്? നമുക്ക് മികച്ച പാർലമെൻ്ററി എന്ന് പറഞ്ഞാൽ അവിടെ ചെന്ന് പ്രസംഗിക്കുന്നവരല്ല വേണ്ടത്. രാജ്യത്തിന്, നാടിന് വികസനം കൊണ്ടുവരുന്ന നല്ല പ്രവൃത്തികൾ ചെയ്യുന്നവരെയാണ് കൊണ്ടുവരേണ്ടത്. അപ്പം ഒന്ന് മനസ്സിലാക്കുക, അവിടെ ഒരു MP യും MLA യും അവിടെ ജനങ്ങളെ പറ്റിച്ച് വികസന മുരടിപ്പിൽ കൂടി കൊണ്ടുപോകുന്ന കൊല്ലത്തിനെ വികസന കുതിപ്പിലേക്ക് കൊണ്ടുവരാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിജിയുടെ പ്രതിനിധിയായ എന്നെ തിരഞ്ഞെടുക്കണമെന്ന് വിനീതമായി ഞാൻ കൊല്ലത്തെ സഹോദരങ്ങളോട് അഭ്യർത്ഥിക്കുകയാണ്.